നമ്മൾ കണ്ണാടിയിൽ പറയുന്ന വാക്കുകൾ യൂണിവേഴ്സ് കേൾക്കുമോ? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മിറർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്താണെന്ന് പഠിക്കാം. എല്ലാവർക്കും നമസ്കാരം. ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ, പോസിറ്റീവ് എനർജി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ യൂണിവേഴ്സിലേക്ക് എത്തിക്കാമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതാണ് ഇന്ന് പറയാനുള്ളത്. മിറർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്. ഇത് നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നമ്മുടെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി പോസിറ്റീവ് അഫർമേഷൻസ് പറയുന്ന ഒരു മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസാണ്. കാരണം സബ് കോൺഷ്യസ് മൈൻഡിനെ ഏറ്റവും വേഗത്തിൽ പ്രോഗ്രാം ചെയ്യാൻ കഴിയുന്നത് നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന വാക്കുകളാണ്. കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ യൂണിവേഴ്സിനോട് മാത്രമല്ല നമ്മുടെ ഉള്ളിലെ ആത്മാവിനോടും നേരിട്ട് സംസാരിക്കുന്നത് പോലെയാണ്. ഇതിനായിട്ട് ശാന്തമായ ഒരിടം തിരഞ്ഞെടുക്കുക. ആരുടെയും ഡിസ്റ്റർബൻസ് ഇല്ലാത്ത വിധം ശാന്തമായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരിടം തിരഞ്ഞെടുക്കുക. അത് നിങ്ങളുടെ ബെഡ്റൂം ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ സ്പേസ് ആകാം. എന്നിട്ട് കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുക. മിററിൽ നിങ്ങളെ തന്നെ കാണുമ്പോൾ ഒട്ടും തന്നെ ജഡ്ജ്മെൻ്റ് ഇല്ലാതെ അക്സെപ്റ്റൻസ് കൊണ്ട് നോക്കുക. ഇനി നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കുക. ആ കണ്ണുകളിൽ യൂണിവേഴ്സിൻ്റെ പ്രതിഫലനമുണ്ടെന്ന് ഇമാജിൻ ചെയ്യുക. കണ്ണാടി നിങ്ങളെ മാത്രം കാണിക്കുന്നില്ല, നിങ്ങളുടെ വൈബ്രേഷൻസും എനർജിയും ആംപ്ലിഫൈ ചെയ്യുന്നു. എന്നിട്ട് അഫർമേഷൻസ് പറയുക. ആ അഫർമേഷൻസ് പറയുമ്പോൾ പ്രസൻറ്റ് ടെൻസിൽ മാത്രം പറയുക. അതും പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രം ഉപയോഗിക്കുക. കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ സന്തോഷം, സമാധാനം, സമൃദ്ധി എല്ലാം ആകർഷിക്കുന്നു. ഞാൻ ആത്മവിശ്വാസം നിറഞ്ഞ ആളാണ്. എനിക്ക് ധനം, അവസരം, സ്നേഹം എല്ലാം എളുപ്പത്തിൽ ലഭിക്കുന്നു. എൻ്റെ എല്ലാ സ്വപ്നങ്ങളും പൂവണിയുന്നു. ഇവ പറയുമ്പോൾ വെറും വായിച്ചു പറയുന്നത് മാത്രം പോരാ, അത് ഫീൽ ചെയ്യണം. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ആഗ്രഹം നേരത്തെ തന്നെ സ്വന്തമായി കിട്ടിയെന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ഫോർ എക്സാമ്പിൾ, എക്സാമിൽ ടോപ്പ് റാങ്ക് നേടിയെന്ന് പറയുകയാണെങ്കിൽ അത് സെലിബ്രേറ്റ് ചെയ്യുന്നതായി നിങ്ങളുടെ കണ്ണുകളിൽ കണ്ടുപിടിക്കുക. ദെൻ ഗ്രാറ്റിറ്റ്യൂഡ് ചേർക്കുക. അതായത് നമ്മളിതെല്ലാം അഫർമേഷൻസ് ഒക്കെ പറഞ്ഞതിന് ശേഷം ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. എൻഡ് ചെയ്യുമ്പോൾ ഒരു താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക. കാരണം നന്ദി പറഞ്ഞാൽ എനർജി മൾട്ടിപ്പിൾ ചെയ്യും. ദെൻ ഡെയിലി പ്രാക്ടീസ്. മിറർ മാനിഫെസ്റ്റേഷൻ ഒരു ദിവസം ചെയ്താൽ മാത്രം പോരാ, കൺസിസ്റ്റൻസിയാണ് ഏറ്റവും മുഖ്യം. രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങുന്നതിന് മുൻപും ഒരു 5-10 മിനിറ്റ് പ്രാക്ടീസ് ചെയ്തിരിക്കണം. എന്തുകൊണ്ടാണ് ഈ ഒരു മിറർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഇത്ര പവർഫുൾ ആകുന്നത്? ബിക്കോസ് മിറർ നമ്മളെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനോട് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്നു. റിപ്പീറ്റഡ് അഫർമേഷൻസ് ഈ പറയുന്ന സബ് കോൺഷ്യസിനെ പ്രോഗ്രാം ചെയ്യും. അപ്പോൾ പോസിറ്റീവ് വൈബ്രേഷൻസ് യൂണിവേഴ്സിലേക്ക് പോകുമ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം അതിന് മാച്ച് ചെയ്യുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ ആളുകൾ, അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ടിപ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് വേർഡ്സ് പറയരുത്. ഉദാഹരണം, എനിക്ക് സ്ട്രെസ് ഇല്ല എന്ന് പറയുന്നത് ഒഴിവാക്കുക. ഇൻസ്റ്റഡ് ഞാൻ കാമാണ് എന്ന് പറയുക. ഡൗട്ട് ഇല്ലാതെ വിശ്വസിച്ച് പറയണം. സെൽഫ് ലവും കോൺഫിഡൻസും കൂടെ ബിൽഡ് ചെയ്യും. അപ്പോൾ ഇനി നിങ്ങൾക്ക് മിറർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് പരീക്ഷിക്കാം. കണ്ണാടിയിൽ നിങ്ങളെ തന്നെ നോക്കി പറയുന്ന വാക്കുകൾ യൂണിവേഴ്സ് കേൾക്കുന്നു. അത് വൈബ്രേഷൻസായി തിരിച്ച് മടങ്ങിയെത്തുന്നു. നിങ്ങൾ പരീക്ഷിച്ച് വിജയിച്ചാൽ ആ അനുഭവം കമൻറ്റിൽ ഉൾപ്പെടുത്തണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ലോ ഓഫ് അട്രാക്ഷൻ ആൻഡ് മാനിഫെസ്റ്റേഷൻ സീക്രറ്റ്സ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു യൂണിവേഴ്സ്.